ദേവ നോക്കി. ഹായ്. വേണ്ട വേണ്ട, ഉമ്മി കണ്ടോ? കുഞ്ഞിന് ഇതുപോലത്തെ വേണോ? നമുക്ക് ഉണ്ടാക്കാം, നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ ദേവൻ അപ്പുറത്തെ ഒരു ഫിഷ് ടാങ്ക് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ചെറിയ രീതിയിലൊരു പെട്ടിയിലൊക്കെ മീനിനെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ആമ്പലും ഉണ്ട്. അപ്പോൾ ആൾക്കത് കണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ദേവൻ്റെ താല്പര്യാർത്ഥം നമ്മൾ അതേപോലത്തെ ഒരു ചെറിയൊരു ബേസിൻ്റെ രൂപത്തിലൊക്കെയുള്ള ഒരു ചെറിയൊരു പോട്ടുണ്ടാക്കി അതിനകത്തിൽ വെള്ളമൊക്കെ നിറച്ച് അതിനകത്തിൽ ആമ്പലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ വിചാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ വാൾപുട്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വാൾപുട്ടി എടുത്ത് നമ്മൾ ബക്കറ്റിനുള്ളിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആൾ കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലായിരുന്നു വാൾപുട്ടിയുടെ, അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ കാണുന്ന ആ കമ്പ് വെച്ചിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ദേവനെ നൈസായിട്ട് ഒന്ന് മാറ്റി നിർത്തിയിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുമെങ്കിൽ ഏറെക്കുറെ നമ്മൾ അതിനെ കട്ട പിടിക്കാതെ ഇങ്ങനെ കുഴച്ചെടുക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേസിൻ്റെ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചാക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലോട്ട് നമ്മൾ വാൾപുട്ടി ഇടുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആ വാൾപുട്ടി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയുള്ള അതിനകത്തിൽ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ നല്ലതായിട്ട് തടകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം വേണ്ട ഈ ഒരു വീതിക്കാണ് ഈ ബക്കറ്റിൻ്റെ പുറകുവശം നമ്മൾ ഇതിനുള്ളിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ആ ഒരു വീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ മിക്സ് എണ്ണ പുരട്ടി വെച്ചേക്കുന്ന ആ ഒരു ബേസിനിലോട്ട് നമ്മൾ വെച്ചിട്ട് ബേസ് കറക്റ്റ് ആവാൻ വേണ്ടി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പരന്ന് കിട്ടും. അതിനുശേഷം നമ്മുടെ ബക്കറ്റ് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇതേപോലെ പുട്ടിയിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാൻ വരികയാണ്. അപ്പോൾ ബക്കറ്റ് കുറച്ച് പാടുണ്ടായിരുന്നു ഇളക്കിയെടുക്കാൻ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ നൈസായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് ഇളക്കിയ സ്ഥിതിക്ക് എന്തായാലും നൈസായിട്ട് ആ ബേസിനെ ഇളക്കാൻ പറ്റുമായിരിക്കും. നിസ്സാരം, എളുപ്പമായിരിക്കും, പറ്റും. അപ്പോൾ നമ്മളിനി ബേസിനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മറിച്ചിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. ഇമ്മാതിരി പൊളിഞ്ഞത് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മിഷൻ അൺസക്സസ്ഫുള്ളായിരുന്നു. ഇപ്പം ദേവൻ കണ്ടുകൊണ്ടിരുന്ന ദേവൻ എന്നെ ഓടിച്ചിട്ടിട്ട് വന്നിട്ടുണ്ട്. ആൾ സന്തോഷത്തോടെ നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ച് മീനെ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. എന്നെ അവൻ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. അമ്മാതിരി ഓട്ടമായിരുന്നു കുഞ്ഞാപ്പി. പിന്നെ ആളെ താഴെ നിർത്തിയ ശരിയത്തില്ല, അതുകൊണ്ട് നൈസായിട്ട് ഞാൻ പൊക്കി ബേസിനുള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരീക്ഷണമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.